എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഓൾഡ് ഫ്രീ ഫയറിന്റെ പക്ക കോപ്പി ഗെയിമാണ് ഇത് ഗൈസ്. അപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ ലോബി എന്ന് പറയുമ്പോൾ മേലെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സും പിന്നെ ഫ്രണ്ട് ആക്കാനുള്ളത് മെയിൽ ബോക്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് സെറ്റിംഗ്സിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ സെൻസിറ്റിവിറ്റി മാറ്റാനൊക്കെ പറ്റും. ഇതൊക്കെ പക്ക വർക്കിംഗ് തന്നെയാണ്, ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുവല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ലെക്രോയിൽ സ്റ്റോർ, വോൾട്ട്, കളക്ഷൻ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. അത് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റോർ ആണ്. സ്റ്റോറിൽ നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ ക്യാരക്ടേഴ്സ്, ബണ്ടിൽസ്, അതുപോലെ അവതാറും ബാനറും എല്ലാം വാങ്ങാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഗൺ സ്കിന്നുകളും വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഗോൾഡും അതുപോലെ ഡയമണ്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പൊ സ്റ്റോർ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന്റെ അടിയിൽ നോക്കുവാണെങ്കിൽ ലെക്രോയിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഗോൾഡ് റോയിൽ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് ഡെയിലി സ്പിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡും അതുപോലെ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇതൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ടൈം എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആകെ ഉള്ളത് മാക്സിമം ആയിരിക്കും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നിങ്ങൾ വാങ്ങുകയാണ് വേണ്ടത്. ക്യാരക്ടേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പക്ഷെ ഇവിടെ ക്യാരക്ടേഴ്സിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഇവിടെ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ഫയറിലുള്ള അലോക്ക്, മാക്സിം, പിന്നെ ഡിമിട്രി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സിന് ഈ ഒരു മച്ചാൻ ക്യാരക്ടർ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മിസ്റ്റർ ബീസ്റ്റ്, ടോണ്ടെ ഗെയിമർ, അജൂബായ് ഇതുപോലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. പിന്നെ ദേസി ഗെയിമേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഗോൾഡും അതുപോലെ ഡയമണ്ടും കൊടുത്ത് വാങ്ങാവുന്നതാണ്. അപ്പൊ അതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അവിടെയാണ് നിങ്ങൾ വാങ്ങുന്ന ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്, നമ്മുടെ ഫ്രീ ഫയറിലുള്ള പോലെ തന്നെ. പിന്നെ ബണ്ടിൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒരുപാട് റയർ ആയിട്ടുള്ള ബണ്ടിൽസ് കാണാനായിട്ട് പറ്റും. സെക്കൻഡ് എലൈറ്റ്, പിന്നെ ബാക്കിയുള്ള എലൈറ്റ് പാസുകളും പിന്നെ റെഡ് ക്രിമിനൽ ഇങ്ങനെയുള്ള കുറച്ച് ബണ്ടിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഒറിജിനൽ ഫ്രീ ഫയറിനകത്ത് ഉള്ള ഒരുപാട് ബണ്ടിൽസ് ഈ ഒരു ഗെയിമിനകത്തുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബണ്ടിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഗെയിമിനകത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വെച്ച് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. പിന്നെ അതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അവിടെയാണ് നിങ്ങൾ വാങ്ങുന്ന ഗ്ലോവാൾ സ്കിന്ന്, പിന്നെ സ്കൈ ബോർഡ്, പാരച്യൂട്ട്, അവതാർ, ബാനർ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നത്. അപ്പൊ ഞാനിവിടെ ഏകദേശം 3 ഗ്ലോവാളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാവുന്നതാണ്. അടുത്തത് വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അവിടെയാണ് നിങ്ങൾ വാങ്ങുന്ന ഗൺ സ്കിന്നുകളെല്ലാം വരുന്നത്. ഈ ഗെയിമിലാണെങ്കിൽ ബണ്ണി MP40 പിന്നെ എവോയൊക്കെ അങ്ങനെ ഒരുപാട് കിടിലം പോലത്തെ ഗൺ സ്കിന്നുകൾ ഉണ്ട്. പിന്നെ ഗൺ സ്കിന്നൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഗെയിമിനകത്തുള്ള വെപ്പൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ ഫ്രീ ഫയറിലുള്ള അത്യാവശ്യം എല്ലാ വെപ്പൺസും ഈ ഒരു ഗെയിമിനകത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് ഇത്രയേ ഉള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ മിഷൻസും പിന്നെ ഇവന്റ് ബോക്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഇവന്റ് ബോക്സിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മിഷൻസിൽ കയറുവാണെങ്കിൽ അവിടെ നിന്നാണ് ആ ഒരു വൗച്ചർ ഒക്കെ കിട്ടുന്നത്. ആ ഒരു വൗച്ചർ വെച്ചാണ് നിങ്ങൾ ലെക്രോയിൽ ഇറക്കാൻ പറ്റുക. പിന്നെ അവിടെ നിങ്ങൾക്ക് ലീഡർ ബോർഡും പിന്നെ റാങ്കിന്റെ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തതായിട്ട് ഈ ഒരു ഗെയിമിനകത്ത് എത്ര ഗെയിം മോഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രീ ഫയറിനകത്തുള്ള എല്ലാ ഗെയിം മോഡ്സും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് BR, CS, ലോൺ വുൾഫ്, ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതൊന്നും ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, നിങ്ങൾക്ക് എല്ലാം കളിക്കാനായിട്ട് പറ്റും. എല്ലാത്തിന്റെയും ഗെയിം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ലോബിയിൽ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഇതിലുള്ള എല്ലാ ഗെയിം മോഡുകളും ഒന്ന് കളിച്ചു നോക്കാം. അപ്പൊ ഗെയിം പ്ലേയും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിനു മുമ്പ് വേറെ ഒരു കാര്യം പറയാം. ഇതൊരു ഓഫ്ലൈൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മുഴുവൻ ബോട്ട് പ്ലേയേഴ്സ് ആയിരിക്കും. എന്ന് വെച്ച് നിങ്ങൾ നൂപന്മാരാണെന്ന് കരുതണ്ട. എല്ലാം നല്ല കിടിലം പോലത്തെ പ്രോ പ്ലേയേഴ്സ് തന്നെയാണ്. എന്റെ ഫസ്റ്റത്തെ ആ ഒരു 2 ഷോട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള പ്ലേയേഴ്സ് എത്രത്തോളം പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബൂയ കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി എന്തായാലും ഞാൻ ഗെയിം പ്ലേ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് BR ആണ്. ഞാൻ ഇവിടെ നേരെ ഒരു BR മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നേരെ വരുന്നത് വെയിറ്റിംഗ് ലോബിയിലോട്ടാണ്. ഇവിടെ നമുക്ക് എല്ലാ ബോട്ട് പ്ലേസിനും കാണാനായിട്ട് പറ്റും. ഒറിജിനൽ ഫ്രീ ഫയറിലുള്ള പോലെ തന്നെ ഫസ്റ്റ് വെയിറ്റിംഗ് ലോബിയിലോട്ട് വന്നിട്ടായിരിക്കും പിന്നെ മാച്ചിലോട്ട് പോകുന്നത്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഓൾഡ് വെയിറ്റിംഗ് ലോബിയാണ്. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ലോബിയിൽ നിന്ന് നിങ്ങൾ നേരെ പ്ലേയിലോട്ട് വരുന്നതായിരിക്കും. ഇതാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിലുള്ള അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു BGM വരെ നിങ്ങൾ കേട്ട് നോക്ക്. അപ്പൊ നമ്മുടെ മാപ്പ് നോക്കുവാണെങ്കിൽ ബെർമുഡ മാപ്പ് അതേപോലെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓൾഡ് മാപ്പ് ആണെന്ന് മാത്രം. അതായത് നിങ്ങൾ നമ്മുടെ മാപ്പ് നോക്കുവാണെങ്കിൽ ഓൾഡ് പീക്കും പിന്നെ ഓൾഡ് ഡാം ഒക്കെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മാപ്പിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആവും, നിങ്ങൾക്ക് ബോർ അടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് ഫുള്ള് ചുറ്റി നടന്ന് കാണാവുന്നതാണ്. നിങ്ങളൊരു ഓൾഡ് പ്ലെയർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം കളിച്ച് നോക്കണം. കാരണം നമ്മുടെ ഓൾഡ് ഫ്രീ ഫയർ അതേപോലെ അവർ
കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ന്യൂ പ്ലെയർ ആണെങ്കിലും നമ്മുടെ ഓൾഡ് പീക്കും ആ ഒരു ഡാമും മാപ്പും ഫുള്ള് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കാം. ന്യൂ പ്ലേയേഴ്സിനും ഇത് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഗരീനെ പോലും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഗെയിമിനകത്തുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഹെലികോപ്റ്റർ വരെ കാണാനായിട്ട് പറ്റും. മാത്രമല്ല അത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ ഒരു ഹെലികോപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭീമാശക്തിന്റെ ഫാക്ടറിന്റെ ഒക്കെ മേലെ പോയിട്ട് നിൽക്കാവുന്നതാണ്. ഗൈസ്, അപ്പൊ BR മാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു മോഡിലോട്ട് പോയി നോക്കാം. അപ്പൊ അടുത്ത ഗെയിം മോഡ് എന്ന് പറയുമ്പോൾ CS, അതായത് നമ്മുടെ ക്ലാഷ് കോഡ് ആണ്. ക്ലാഷ് കോഡ് പിന്നെ പറയാനൊന്നും ക്ലാഷ് കോഡ് മാച്ച് പോലെ തന്നെയാണ്. അതായത് 4 റൗണ്ട് ഉണ്ടാവും. ഓപ്പോസിറ്റ് ടീമിലും അതുപോലെ നമ്മുടെ ടീമിലും 4 പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നല്ല കിടിലം പോലത്തെ ബോട്ട് പ്ലേയേഴ്സ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മുടെ ഒറിജിനൽ ഫ്രീ ഫയറിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കിട്ടുന്നുണ്ടാവും. ആ ഒരു കോയിൻസ് വെച്ച് നിങ്ങൾക്ക് ഗണ്ണ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഓരോ റൗണ്ട് ജയിക്കുന്നതിനനുസരിച്ചും പിന്നെ കില്ല് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒറിജിനൽ ഫ്രീ ഫയറിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് കയറുന്നതാണ്. പിന്നെ നിങ്ങൾ എലിമിനേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്പെക്ക് നേരെ ടീംമേറ്റിന് പോകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ടീംമേറ്റിന്റെ ഗെയിം പ്ലേയും കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ ബെർമുഡ മാപ്പിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ക്ലോക്ക് ടവർ, മില്ല്, മാർസ് ഇലക്ട്രിക് ഇതുപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ക്ലാഷ് കോഡിനെ പറ്റിയും അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമുക്കിനി അടുത്ത ഗെയിം മോഡ് നോക്കാം. ഗൈസ്, അപ്പൊ അടുത്തത് ലോൺ വുൾഫ് ആണ്. ലോൺ വുൾഫ് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒറിജിനൽ ഫ്രീ ഫയർത്തെ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സോളോ ഉണ്ടായിരിക്കില്ല, ഫുൾ മാച്ചും ഡൂയോ തന്നെയായിരിക്കും. പിന്നെ ലോൺ വുൾഫിനെ പറ്റി വേറെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റ് ആയിട്ട് കളിച്ച് നോക്കുക, എന്താ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഗൈസ്, അപ്പൊ അടുത്ത ഗെയിം മോഡ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ വന്നെത്തുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്ന് വേണം നിങ്ങൾ ഗണ്ണൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 2 സോഫയെ കാണാൻ പറ്റും. പക്ഷെ അതിൽ കിടക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ ഓൾഡ് ഫ്രീ ഫയറിന്റെ അതേപോലെ എടുത്തു വെച്ചിരിക്കുവാണ്. പിന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിലൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് അവിടെ ആ ഒരു വാതിൽ അവിടെ ചെന്നിട്ട് ആ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. നേരെ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തുന്നതാണ്. അപ്പൊ നിങ്ങളൊരു പക്ക ഓൾഡ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കാണുമ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ നൊസ്റ്റാൾജി അടിക്കും. കാരണം നമ്മുടെ ആ ഒരു ഓൾഡ് ഫ്രീ ഫയറിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് അതേപോലെ ആ ഒരു കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഗെയിമിനകത്തുള്ളത് ഇത്രയും സംഭവങ്ങളൊക്കെയാണ്. എന്നാൽ ഈ ഒരു ഗെയിം വേറെ ലെവലാണ്. നമ്മുടെ ഓൾഡ് ഫ്രീ ഫയറിന് അതേപോലെ കോപ്പി അടിച്ച് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിനെ പറ്റിയാണെങ്കിൽ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ എന്തായാലും ഇത്രയാണ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതായിരിക്കും ഇവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നത്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഞാൻ ഇതിന്റെ ഡയറക്റ്റ് ലിങ്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ പല ഹിന്ദി യൂട്യൂബേഴ്സിന്റെ ലിങ്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആഡ് നിറഞ്ഞു കിടക്കുമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കാണ് തരാൻ പോകുന്നത്. അപ്പോൾ ആപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.